ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാവരുത് എന്ന പ്രമേയത്തിലാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ യൂണിറ്റുകളിലും ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിക്കുന്നത്. നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ലഹരി മാഫിയ വിലസുകയാണെന്നും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതെന്നും പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രിമിനൽ കേസുകളിലെല്ലാം തന്നെ ലഹരി ഒരു പ്രധാന ഘടകമായി കൊണ്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന നമ്മുടെ വീടകങ്ങളിലുള്ളവരെ പോലും കൊലപ്പെടുത്തുന്ന ഭീകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ മലയാളക്കരയിൽ നിന്നും ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ക്രിയാത്മകമായി കൊണ്ട് തടയേണ്ട സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമായിക്കൊണ്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ലഹരി മാഫിയയെ പിടിച്ചു കെട്ടാൻ കേരളത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ ആ നിയമങ്ങളെല്ലാം തന്നെ ഇന്ന് നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം അതിനെതിരെ നിസ്സംഗത പുലർത്തുന്ന ഒരു സമീപനമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷത്തിലാണ് വെൽഫെയർ പാർട്ടി ഈ വരുന്ന മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിലെ ലഹരി മാഫിയക്കെതിരായി കൊണ്ടുള്ള ഒരു ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് 1 മുതൽ 31 വരെ ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.